അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ ഒരു ലോകത്താണ്. ഞങ്ങൾ നാട്ടിൽ ചെന്ന സമയത്ത് ഞങ്ങളൊരു പ്ലാന്റ് നഴ്സറി പോയിരുന്നു. ഇതിപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇരിട്ടിക്കടുത്തുള്ള കുന്നോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുന്നോത്ത് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇതുള്ളത്. ഇത് ഇവർ വീടിനോട് ചേർന്ന് തന്നെ ഒരു നഴ്സറിയാണ്. അവിടെ ഒത്തിരി വെറൈറ്റി ചെടികളും പൂക്കളും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ അവരതിന് ചേർന്ന് നമുക്ക് പോട്ടുകളും ഉണ്ട്. അപ്പം നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാം. പ്ലാസ്റ്റിക്കും ഉണ്ട്, അതുപോലെ തന്നെ ക്ലേ ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഒത്തിരി നല്ലൊരു നഴ്സറിയാണ്. അപ്പം നിങ്ങൾക്ക് നല്ല റേറ്റിനും അവിടുന്ന് കിട്ടും. അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാം പോവുക. ഇരിട്ടി വീരാജ്പേട്ട റൂട്ടാണത്. റോഡിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ അവിടെ വിസിറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാനൊക്കെയുള്ള ഒത്തിരി സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്ലാന്റ് പോട്ടുകളൊക്കെ ഒത്തിരി ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട് കേട്ടോ. മൺചട്ടി, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി വെറൈറ്റി ഐറ്റംസ് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട്, ഔട്ട്ഡോർ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പുതിയ വീടൊക്കെ വെക്കുമ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വീടിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണോ നമ്മൾ നോക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോറും നോക്കാറുണ്ടല്ലോ. അപ്പം പുതിയ വീട് പണിയുന്നുള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി ആ നഴ്സറിയുടെ ഉള്ളിലേക്ക് പോയിട്ട് അതിനുള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഈ നഴ്സറി ഉള്ളത് വീടിനോട് ചേർന്ന് തന്നെയാണ്. അപ്പം ഇവരുടെ വീടും ഒരു ചെടികളുടെ ഒരു ലോകമാണ്. പിന്നെ അതിൻ്റെ ഓണർ എന്ന് വെച്ചാൽ മിസ്റ്റർ ഗബ്രിയൽ, ആളൊരു കലാകാരനാണ്. അപ്പോൾ ഒത്തിരി ആർക്കിടെക്ചർ പരമായിട്ട് ഒത്തിരി കലാവിരുതൊക്കെ അവരുടെ വീട്ടിൽ കാണാം. ഒത്തിരി ആൾ തന്നെ വരച്ച ചിത്രങ്ങളും അങ്ങനെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലും കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാർ തുടങ്ങിയിട്ടുള്ള, കുറച്ച് കുട്ടികൾ കൂടി തുടങ്ങിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ഏറ്റവും വലിയ തമാശ, ഒലക്കയുടെ മൂട് എന്നാണ്. അപ്പോൾ അവിടുത്തെ വെറൈറ്റി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്, ആ പേരിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് എല്ലാവരും അവിടെ ഒന്ന് കയറിപ്പോകും എന്താണെന്നറിയാൻ. അങ്ങനെ ഞങ്ങളും അവിടെ കയറി. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. നമ്മൾ നോക്കുമ്പം ഒത്തിരി വെറൈറ്റി ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. പുതിയ ജനറേഷൻ്റേതായിട്ടുള്ള എല്ലാ ഇതും അതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വോൾസൊക്കെ ഇവരുണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റുകളാണ്. അത് ഇപ്പം പഴയ ടയറുകൾ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഫുഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും വെറൈറ്റി ആവാം. നമ്മളപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലൊരു ഫുഡ് ട്രക്ക് ഉണ്ട്. ആ ട്രക്കിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരും. പിന്നെ കുറച്ച് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പഴയ സൈക്കിള്, സ്കൂട്ടി, ഓട്ടോറിക്ഷ അങ്ങനെ പല സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്.
അപ്പം പുതിയ ജനറേഷൻ്റേതായിട്ടുള്ള എല്ലാ വെറൈറ്റി ഐറ്റംസും നമുക്കതിൽ കാണാൻ പറ്റും. അതുപോലെ അവിടുത്തെ ഫുഡും നല്ല ടേസ്റ്റി ഫുഡാണ്. അഫ്ഗാൻ ഫുഡ്, ഇറാനി ഫുഡ്, നമ്മുടെ നാട്ടിലെ ഫുഡ്, എല്ലാ വെറൈറ്റി ഫുഡുകളും കിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടെ മോമോസ് എന്നുള്ളൊരു അഫ്ഗാനി ഫുഡ് ഓർഡർ ചെയ്തു. അതോടൊപ്പം തന്നെ അമ്മൂട്ടിക്ക് ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു. എല്ലാ ഫുഡുകളും നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായി. അപ്പം ഞങ്ങളെല്ലാവരും ഇനി ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വെറൈറ്റി റെസ്റ്റോറൻറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ കണ്ണൂരിലെ സ്ട്രീറ്റ് ഫുഡ് പല സ്ഥലത്തും പോയി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊരു വെറൈറ്റി ആയിരുന്നു. ഇത് ഈ ഒരു കൗണ്ടറിൽ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള വെറൈറ്റീസ് കിട്ടും. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിലെ ഫുഡുകളും ഇവിടെ ഉണ്ട്. ഒത്തിരി നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. അതിലേലും ആ പിള്ളേരുടെ എഫേർട്ട് അത് ഒത്തിരി നല്ല വിജയകരമായി പോകുന്നു എന്നാണ് ഇപ്പോഴും നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും നല്ല ഹാപ്പിയായി ഞങ്ങൾ. ഒത്തിരി നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല സ്ഥലത്തും കറങ്ങി നടന്ന് ഒത്തിരി ലേറ്റായി, നൈറ്റായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്